ബിഗ് ബോസ് മലയാളം സീസൺ 7 സ്വർഗവും നരകവും. അതെ, സീസൺ 5 യുദ്ധക്കളം നിറഞ്ഞ വീട്, സീസൺ 6 4 ബെഡ്റൂം ഉള്ള വീട്, സീസൺ 7 എങ്ങനത്തെ വീടാ? സ്വർഗവും നരകവും. എന്താ സ്വർഗവും നരകവും? വീട് രണ്ടാക്കിയോ? നമ്മൾ ആദ്യമേ പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ ഡബിൾ ഹൗസ് കൺസെപ്റ്റ്. അതെ, എന്താണ് സംഭവങ്ങൾ പറയാം. ഒരു ബിഗ് ബ്രേക്കിംഗ് അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. അപ്പോൾ ഈ സീസണിന്റെ ചർച്ചകൾ ഇങ്ങനെ തുടങ്ങിയ സമയം മുതലേ നമ്മുടെ പല പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകിൽ ഡബിൾ ഹൗസ് കൺസെപ്റ്റ് തമിഴ് ബിഗ് ബോസ് പോലെ, ഇല്ലെങ്കിൽ സ്വർഗവും നരകവും അതിനൊരു ചാൻസ് കാണുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഇപ്പോൾ അറിഞ്ഞത് സ്വർഗവും നരകവും ആണ് ബിഗ് ബോസ് 7 മലയാളം എന്ന് തന്നെയാണ്. ഇനി എന്താ സ്വർഗവും നരകവും നമുക്ക് നോക്കാം. ഞാൻ ഭയങ്കരമായ ഉറപ്പൊന്നും ആ സാധനത്തിൽ മേൽ പറയുന്നില്ല, അറിഞ്ഞത് നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നു. സ്വർഗവും നരകവും ആണ് ബിഗ് ബോസ് 7. ഇനി എന്താണ് സ്വർഗവും നരകവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം ഇത് മുന്നേ ഏതെങ്കിലും സീസണിൽ വന്നിട്ടുണ്ടോ എന്ന് ഞാൻ പറയാം. ബിഗ് ബോസ് സീസൺ 7 ഹിന്ദിയിലും ബിഗ് ബോസ് സീസൺ 11 കന്നഡയിലും ഇത് വന്നിട്ടുണ്ട്. സീസൺ 7 ഹിന്ദി നടക്കുന്നത് 2013 പിന്നെ സീസൺ 11 കന്നഡ കഴിഞ്ഞ വർഷം 2024 വന്നതാണ്. എന്നിട്ട് അത് പൂട്ടിയൊക്കെ പോയത് വേറെ കാര്യം. ഇനി എന്താണ് ഈ സാധനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡബിൾ ഹൗസ് കൺസെപ്റ്റ് തന്നെയാണ്. പക്ഷേ 2 വീടല്ല. ഇപ്പൊ തമിഴ് ബിഗ് ബോസ് ഒക്കെ കാണുന്നവർക്ക് അറിയാം, 2 വീട് കൺസെപ്റ്റ് ഉണ്ട്. 2 വീടല്ല, വീട് ഒന്ന് തന്നെ ഡിവൈഡ് ചെയ്യും. ഡിവിഷൻ കണ്ടോ? വീട് ഒന്ന് തന്നെ ആയിരിക്കും ഡിവൈഡ് ചെയ്യും. മറ്റേത് 2 വീടായിരിക്കും തമിഴ് പോലെ. ഇതങ്ങനെയല്ല, ഒന്ന് സ്വർഗവും ഒന്ന് നരകവും ആയിരിക്കും. ഇനി ഈ സ്വർഗവും നരകവും തമ്മിൽ എന്താണ് പ്രത്യേകത? കഴിഞ്ഞ വർഷത്തെ പവർ റൂം പോലെ വല്ല പവർ ഒക്കെ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ അല്ലടാ. ഇതിനുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വീട്, ഈ വീടിന്റെ പകുതി സ്വർഗം പോലെ ആയിരിക്കും. മൊത്തം ഏഞ്ചൽസ് നിറഞ്ഞ ഭയങ്കര പോസിറ്റിവിറ്റി തരുന്ന സാധനങ്ങളായിരിക്കും. മൊത്തം ഒരു സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും നമ്മൾ പറയത്തില്ല, നമ്മളെ സങ്കല്പങ്ങളിലെ സ്വർഗമില്ലേ, അതേമാതിരി എല്ലാം ഭയങ്കര എന്താ പറയാ ലക്ഷറിയസ് ആയിട്ടുള്ള സാധനങ്ങൾ, എല്ലാ ലക്ഷറിയും ഈ പറയുന്ന സ്വർഗത്തിൽ ഹെവണിൽ കിട്ടും. അതേസമയം അപ്പുറത്ത് ഹെല്ലാണ്, നരകമാണ്. ഈ നരകത്തിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇത് എന്തൊക്കെയാണ് ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരാം. ഇതിനകത്ത് ഈ ഹെവണിൽ വരുന്നത് ഭയങ്കര കംഫർട്ടായിരിക്കും. ഭയങ്കര കംഫർട്ടാണ്, നമുക്ക് അവിടെ നിൽക്കാൻ ഭയങ്കര താല്പര്യവും ഒക്കെ തോന്നുന്ന സാധനം. ബെഡ് ആയിക്കോട്ടെ, കിച്ചൺ ആയിക്കോട്ടെ, ബാത്റൂം ആയിക്കോട്ടെ, കഴിക്കാനുള്ള ഫുഡ് ആയിക്കോട്ടെ, ഫുൾ ലക്ഷറി സാധനങ്ങളാണ്. പക്ഷേ ഈ ഹെല്ലില്, നരകത്തിലാണെങ്കിൽ അവിടെ കട്ടിലില്ല, മെത്ത ചിലപ്പോൾ വല്ല പായോ മെത്ത ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പായോ ഒക്കെ ആയിരിക്കും. പിന്നെ തണുത്ത വെള്ളമേ ഉള്ളൂ, ചൂട് വെള്ളം ഇല്ല, കോൾഡ് വാട്ടർ ആണ്. പിന്നെ അടുക്കള ഇല്ല. പിന്നെ ബേസിക് നെസസിറ്റീസ്, ഭയങ്കര നമുക്ക് സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ അതിനകത്ത് ഉള്ളൂ. നമുക്ക് അത്യാവശ്യം ഒരു മിഡിൽ ക്ലാസ്സിൽ നിൽക്കാനുള്ള സാധനം പോലും അതിൽ കാണത്തില്ല. ഭയങ്കര ദാരിദ്ര്യം പോലെ നമ്മൾ കഴിയുന്ന അത്ര അവസ്ഥയായിരിക്കും. പിന്നെ ഇതിനകത്ത് കണ്ടസ്റ്റൻസിനെ റാൻഡംലി ഡിവൈഡ് ചെയ്യും. അതായത് പകുതി കണ്ടസ്റ്റൻസ് സ്വർഗത്തിലോട്ടും പകുതി കണ്ടസ്റ്റൻസ് നരകത്തിലോട്ടും ആയിരിക്കും പോകുന്നത്. ഈ നരകത്തിൽ കിടക്കുന്ന കണ്ടസ്റ്റൻസ് ആണ് പെടാപ്പാട് വിടാൻ പോകുന്നത്. കാരണം അവർക്ക് വെള്ളമൊക്കെ പമ്പ് ചെയ്യേണ്ടി വരും. ഹിന്ദി ബിഗ് ബോസിൽ അങ്ങനെയായിരുന്നു, വെള്ളമൊക്കെ പമ്പ് ചെയ്യേണ്ടി വരും, ചൂട് വെള്ളം ഇല്ല. ഇതിന്റെ ഈ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയ്ക്ക് ഒരു വാതിലുണ്ട് ഈ ബിഗ് ബോസ് വീടിന്റെ തമ്മിൽ. ഞാൻ ഹിന്ദിയിലെ കാര്യമാണേ പറയുന്നത്, അതുപോലെ ആയിരിക്കാം. സ്വർഗവും നരകവും തീമാണല്ലോ, അപ്പൊ വലിയ വ്യത്യാസമൊന്നും വരാനൊന്നും പോകുന്നില്ല. അതുപോലെ തന്നെ ആയിരിക്കാം ഏതാണ്ട്. അപ്പൊ ഞാൻ അതിന്റെ സംഭവങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഹിന്ദി സംഭവമാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ നടുക്കായിട്ട് ഒരു വാതിലുണ്ട്. ഇവർക്ക് പരസ്പരം കാണാം, സ്വർഗത്തിലുള്ളവർക്ക് അങ്ങോട്ടും നരകത്തിലുള്ളവർക്ക് തിരിച്ചിങ്ങോട്ടും ഉള്ളവരെ പരസ്പരം കാണാം, സംസാരിക്കാം. പക്ഷേ ഇവർക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതായത് നിങ്ങൾ ഇതൊക്കെ ചോദിക്കാൻ പാടുള്ളൂ, ഇതൊക്കെ പറയാൻ പാടുള്ളൂ, അധികം കയറി കളിക്കാനോ വേല പണിയാനോ ഒന്നും തന്നെ പറ്റത്തില്ല. പിന്നെ ഹൗസ് മേറ്റ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യും. അതായത് എല്ലാ ആഴ്ചയും ഒരുപോലെ ആയിരിക്കത്തില്ല. ഹൗസ് മേറ്റ്സ് വീക്കിലി മാറാം. അത് വോട്ട്സിന്റെ ബേസിസിൽ മാറാം, പെർഫോമൻസസിന്റെ ബേസിസിൽ മാറാം, പിന്നെ ബിഗ് ബോസ് തീരുമാനിക്കുന്ന ലെവലിൽ മാറാം. ഓക്കെ, അപ്പം പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു സാധനം ഈ പറയുന്ന സ്വർഗവും നരകവും ആയതുകൊണ്ട് തന്നെ സേഫ് ഗെയിമേഴ്സ് എല്ലാം കൂടെ ഈ നരകത്തിൽ കയറി കഴിഞ്ഞാൽ, സേഫ് ഗെയിമേഴ്സ് എല്ലാം കൂടെ സ്വർഗത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പരിപാടിയും നടക്കൂല. ഈ നരകത്തിൽ കിടക്കുന്നവരായിരിക്കും മിക്കവാറും ഔട്ട് ആവാൻ പോകുന്നത്. പക്ഷേ ഈ മലയാളം ബിഗ് ബോസിൽ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനകത്ത് വരാൻ പോകുന്നത് സ്വർഗത്തിലുള്ളവർക്ക് നരകത്തിലുള്ളവരെ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, നരകത്തിലുള്ളവർക്ക് സ്വർഗത്തിലുള്ളവരെ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു രീതിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡബിൾ ഹൗസ് കൺസെപ്റ്റ് ആണ്. പക്ഷെ ഡബിൾ ഹൗസ് കൺസെപ്റ്റ് എന്ന് പറയുന്നതിനേക്കാളും നല്ലതായിട്ട്
ഹൗസ് ഡിവൈഡിങ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു വീടിനെ രണ്ടാക്കുന്നതാണ്, 2 ഹൗസ് അല്ലല്ലോ. അപ്പം ഹൗസ് ഡിവൈഡിങ് കൺസെപ്റ്റ് ആണ്. അപ്പൊ ഇത് എത്രമാത്രം ഓക്കെ ആവും വിജയിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 50 ദിവസം സൂപ്പറായിട്ട് നമുക്ക് എന്റർടൈൻ ചെയ്ത് കാണാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യം 4 ബെഡ്റൂം ആയതുകൊണ്ട് 4 ടീം ആയതുകൊണ്ട് നമുക്ക് കാണാൻ ഒരു രസം ഇല്ലാതെ ഇരുന്നത്. ഞാൻ തമിഴ് ബിഗ് ബോസ് സീസൺ 7 കഴിഞ്ഞ ഡബിൾ ഹൗസ് ആണ്, വലിയ കുഴപ്പമില്ല, 50 ദിവസം കണ്ട് എൻജോയ് ചെയ്തിരിക്കാം. ക്യാപ്റ്റന് തീരുമാനിക്കാം, ഓരോ ആഴ്ചയിലെയും ക്യാപ്റ്റന് തീരുമാനിക്കാൻ പറ്റും ആരെയൊക്കെ സ്വർഗത്തിലിടണം ആരെയൊക്കെ നരകത്തിലിടണം. ക്യാപ്റ്റന്റെ പ്യുവർ ഡിസിഷൻ, മനസ്സിലായില്ലേ? അപ്പോൾ ഓരോരോ റീസൺസ് ഒക്കെ കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അതാണ് ഈ പറയുന്ന സ്വർഗവും നരകവും തീമിന്റെ പ്രത്യേകത. മലയാളത്തിലും ഇതുപോലെ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്വർഗവും നരകവും ആണെന്ന് ഞാൻ അറിഞ്ഞു, അത് നിങ്ങളോട് പറഞ്ഞു, അത്ര മാത്രമേ ഉള്ളൂ. ഇനി നമ്മുടെ കന്നഡ സീസൺ 11 ഈ സംഭവം വന്നിട്ടുണ്ട്. അതിന്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് അതിന്റെ പേര് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു തന്നായിരുന്നു. എന്തായിരുന്നു? ഹൈ ക്ലാസ്സും ലോ ക്ലാസ്സും. ആ ലെവലിലാണ് അവർ അത് അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നത്. ഹിന്ദി അല്ല, നമ്മുടെ കന്നഡയിൽ. പക്ഷെ കന്നഡ അധികം അത് വില പോയില്ല, ഉടനെ തന്നെ അതിനടുത്ത് മാറ്റി. റോയൽ വേഴ്സസ് ഹാപ്പി, ക്ലാസ് ബേസ് ചെയ്ത്, അതായത് നമ്മുടെ ജാൻമണി പറയും പോലെ ബിസിനസ് ക്ലാസ്, എക്കോണമി ക്ലാസ്, ആ സാധനമല്ലേ ക്ലാസ് ബേസ് ചെയ്തത്. എന്താ പറയുക, ഒരു ഇക്വാലിറ്റി കീപ്പ് ചെയ്യാത്തതല്ല, ബിഗ് ബോസ് ആണല്ലോ, അപ്പം അതുകൊണ്ട്. അപ്പോൾ ആ ഒരു ലെവലിലാണ് അതിനെ തിരിച്ചിരുന്നത്. പക്ഷേ അതിനകത്ത് എന്ത് ചെയ്യില്ല, അധികം വില പോവാതെ അവർ പിന്നെ അതെല്ലാം പൊളിച്ച് മാറ്റി എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കന്നഡ ഞാൻ കണ്ടിട്ടില്ല, ഫിനാലെ കണ്ടായിരുന്നു, സ്റ്റാർട്ടിങ്ങും കണ്ടായിരുന്നു. ഓക്കെ, ഹൗസ് ഡിവിഷൻ തന്നെയാണ്. ടാസ്കുകളും പണിഷ്മെന്റുകളും കാണും. മിക്കവാറും ഈ നരകത്തിൽ കിടക്കുന്നവർ മൊത്തം പണിയെടുക്കേണ്ടി വരും. കിച്ചൺ സ്വർഗത്തിലാണെങ്കിലും ഈ നരകത്തിലുള്ളവർ വന്ന് പണിയെടുക്കേണ്ടി വരും മിക്കവാറും. അങ്ങനെ ആയിരിക്കും കേട്ടോ. പുതിയ സെറ്റ് തന്നെയാണെന്നാണ് അറിയുന്നത്. പഴയ സെറ്റാണോ എന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ട്. ഞാൻ അറിഞ്ഞത് മലയാളത്തിന് വേണ്ടി ഒരു സെറ്റ് പുതിയതായിട്ട് വാങ്ങിച്ചതേ ഈ പറയുന്ന മലയാളംകാരാണ്. അപ്പൊ അവരത് തമിഴിന് വിട്ടുകൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് മലയാളം ബിഗ് ബോസിന് പുതിയ സെറ്റാണെന്നാണ് എൻ്റെ അറിവിൽ ഇതുവരെയും. ഇനി മാറ്റം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് സ്വർഗവും നരകവും കൺസെപ്റ്റ്. സൂപ്പർ ആവട്ടെ എന്ന് മാത്രമേ ഞാൻ ആശംസിക്കുന്നുള്ളൂ. കാരണം സേഫ് ഗെയിമേഴ്സ് എല്ലാം കൂടെ സ്വർഗത്തിലും കളിക്കുന്നവരെല്ലാം കൂടെ നരകത്തിലും കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് റൂളാണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. റൂൾ സ്ട്രിക്റ്റ് ആവുന്നതാണ്. മൊത്തം പണിയാണല്ലോ, പണി വരുന്നുണ്ട്. ഈ പണി ഏത് ലെവലിലാണ് 7ന്റെ പണിയായിട്ട് മാറുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും 7 ഈസ് ദ ഹെവൻ എന്ന് പറഞ്ഞതുപോലെ സീസൺ 7 സ്വർഗവും നരകവും ആണെന്നാണ് ഞാൻ അറിഞ്ഞത്. നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. കാരണം ഇനി ബിഗ് ബോസ് വീട് 9 ദിവസമേ ഉള്ളൂ തുടങ്ങാൻ. ഇത് തുടങ്ങുന്നതിനകത്ത് വെച്ച് ഫോട്ടോസൊക്കെ ലീക്കായി വരും. അപ്പം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. സ്വർഗമാണെങ്കിൽ മൊത്തം ഒരു നീലമയമായിരിക്കും. സ്വർഗത്തിന്റെ നിറം ഞാൻ പറഞ്ഞ നീല, പച്ച, മൊത്തം ലൈറ്റ് കളേഴ്സിലോട്ടായിരിക്കും. നീല, പച്ച, അല്ലെങ്കിൽ ആകാശത്തിന്റെ നിറം, അങ്ങനെ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള കളർ. നരകം നേരെ തീ കത്തുന്ന സാധനമായിരിക്കും. മൊത്തം ഓറഞ്ച്, റെഡ് ഒക്കെ സാധനം ഭയങ്കര നമുക്ക് ഇറിറ്റേഷൻ ആവും അതിനകത്ത് നിൽക്കുമ്പോൾ. ചിലപ്പോൾ അവിടെ തറ പോലും മണ്ണായിരിക്കും, ആ ലെവലിലായിരിക്കും. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ട് സ്ട്രഗിൾ ചെയ്യാൻ പറ്റും. ഹിന്ദി സീസൺ 7 ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് മാറിയ ഒരു സീസണാണിത്. ഈ സീസൺ 7 ഹെൽ ആൻഡ് ഹെവൻ കൺസെപ്റ്റ്, ജഹന്നം ആൻഡ് ജന്നത്ത്. അപ്പൊ അതുപോലെ തന്നെ മലയാളവുമായി മാറട്ടെ. എൻ്റെ അറിവിൽ ഈ പറഞ്ഞ സ്വർഗവും നരകവുമാണ്. നമുക്ക് നോക്കാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഇന്ന് രാത്രി ലൈവ് ഉണ്ട് 8:30, ഫേസ്ബുക്കിലും ഉണ്ട്, ഈ പറയുന്ന യൂട്യൂബിലും ഉണ്ട്. അപ്പോൾ എല്ലാവരും വരിക, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇതുപോലത്തെ ഫാസ്റ്റ് ക്വിക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ പറയണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.